Good morning. Today we are going to discuss subsurface sources of water. Sources of water can be divided into two, surface sources and subsurface sources. Surface sources include ponds and lakes, streams and rivers, impounding reservoirs. Subsurface sources include springs, infiltration wells, infiltration galleries, and finally wells. So, we have discussed surface sources in our previous video. Now, we are going to discuss subsurface sources in detail. Subsurface sources are groundwater sources. Subsurface sources എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റെയിൻഫോള് ഗ്രൗണ്ടിൽ പതിക്കുക വഴി ഇതിൻ്റെ ഒരു പോർഷന് താഴോട്ട് ഭൂമിയിലോട്ട് പെർക്കുലേറ്റ് ചെയ്യുകയും അവ ഒരു ഇംപെർവിയസ് സ്ട്രാറ്റത്തിൽ ചെന്നെത്തപ്പെടുകയും ചെയ്യുന്നു. അവിടെ വാട്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വാട്ടറിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ് നടക്കുന്ന ഈ സോണിനെ പറയുന്ന പേരാണ് സോൺ ഓഫ് സാച്ചുറേഷൻ ആൻഡ് വാട്ടർ ഇൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് അക്വിഫർ, aquiclude, water table or phreatic surface. Then what is mean by aquifer? What are the different type of aquifer? Aquifer is the water bearing geologic formation which yields significant quantity of water for economic extraction. സിഗ്നിഫിക്കൻ്റ് ക്വാണ്ടിറ്റിയിൽ വാട്ടർ കാണപ്പെടുന്ന ഒരു വാട്ടർ ബിയറിംഗ് ജിയോളജിക് ഫോർമേഷനാണ് അക്വിഫർ. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം സാൻഡ് ബെഡ്സും ഗ്രാവലും. അക്വിഫറിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അൺകൺഫൈൻഡ് അക്വിഫറും അതുപോലെ കൺഫൈൻഡ് അക്വിഫറും. അക്വിഫറിൻ്റെ ടോപ്പ് മോസ്റ്റ് പാർട്ട് അൺകൺഫൈൻഡ് അക്വിഫർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 ഇംപെർവിയസ് ലെയറുകൾക്കിടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട അക്വിഫറിനെ കൺഫൈൻഡ് അക്വിഫർ എന്നും പറയുന്നു. ഇംപെർവിയസ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പെർവിയസ് അല്ല, അവിടെ പോർസ് സുഷിരങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്ലിക്യൂഡ്, എ ജിയോളജിക് ഫോർമേഷൻ വിച്ച് ക്യാൻ ഓൺലി സ്റ്റോർ വാട്ടർ ബട്ട് കനോട്ട് ട്രാൻസ്മിറ്റ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്സ് ഈസ് കോൾഡ് അക്വിക്ലൂഡ്. വാട്ടർ സ്റ്റോർ ചെയ്യുന്ന മറ്റൊരു ജിയോളജിക്കൽ ഫോർമേഷനാണ് അക്വിക്ലൂഡ്. ഇതിനൊരിക്കലും സിഗ്നിഫിക്കൻ്റ് എമൗണ്ടിൽ വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുള്ള എക്സാമ്പിളാണ് ക്ലേ ലെൻസസും ഷെയിലുമല്ല. വാട്ടർ ടേബിൾ ഓർ ഫ്രിയാറ്റിക് സർഫസ്. അൺകൺഫൈൻഡ് അക്വിഫറിൻ്റെ ടോപ്പ് മോസ്റ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് വാട്ടർ ടേബിൾ ഓർ ഫ്രിയാറ്റിക് സർഫസ്. വാട്ടർ ടേബിൾ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. സോ സബ്സർഫസ് സോഴ്സിലെ ഫസ്റ്റ് വൺ ആയിരുന്നു സ്പ്രിങ്സ്. സ്പ്രിങ്സ് ആർ ദി ഔട്ട് ക്രോപ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. നീരുറവ എന്ന് പറയില്ലേ, അതാണ് സ്പ്രിങ്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പ്രിങ്സ് ആർ ഓഫ് 2 ടൈപ്സ്, ഗ്രാവിറ്റി സ്പ്രിങ്സ് ആൻഡ് ആർട്ടീഷ്യൻ സ്പ്രിങ്സ്. സ്പ്രിങ്സ് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്, ഗ്രാവിറ്റി സ്പ്രിങ്സും അതുപോലെ ആർട്ടീഷ്യൻ സ്പ്രിങ്സും. ഹിൽ സൈഡിൽ അല്ലെങ്കിൽ ലോങ് ഗ്രൗണ്ടിൽ ഒരു ഇംപെർവിയസ് സ്ട്രാറ്റത്തിൻ്റെ മുകളിലായിട്ട് ഒരു വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റം വരിക. ഇത്തരം കേസസിലാണ് ഗ്രാവിറ്റി സ്പ്രിങ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഗ്രാവിറ്റി സ്പ്രിങ്സ് കാണപ്പെടുന്നത് വാട്ടർ ടേബിളിൻ്റെയും ഗ്രൗണ്ട് സർഫസിൻ്റെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ്. ഗ്രാവിറ്റി സ്പ്രിങ്സിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് അൺസൈറ്റൈൻ ആണ്. കാരണം വാട്ടർ ടേബിളിനും റെയിൻഫോളിനും അനുസരിച്ചും ഇതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഫിഗറിൽ 2 എന്ന് കാണിച്ചിട്ടുള്ളത് ഒരു ഇംപെർവിയസ് സ്ട്രാറ്റമാണ്, അതുപോലെ 1 എന്ന് കാണിച്ചിട്ടുള്ളത് പെർവിയസ് സ്ട്രാറ്റമാണ്. അഥവാ ഒരു ഇംപെർവിയസ് സ്ട്രാറ്റത്തിൻ്റെ മുകളിൽ ഒരു പെർവിയസ് സ്ട്രാറ്റം വരിക. ഓക്കെ, കണ്ടോ, പെർവിയസ് സ്ട്രാറ്റത്തിൻ്റെ മുകളിലൂടെ വാട്ടർ ടേബിളും പോകുന്നുണ്ട്. സോ വാട്ടർ ടേബിളിൻ്റെയും മുകളിൽ ഗ്രൗണ്ട് സർഫസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻ്റർസെക്ഷനിലൂടെയാണ് നമ്മുടെ ഗ്രാവിറ്റി സ്പ്രിങ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. ആർട്ടീഷ്യൻ സ്പ്രിങ്സ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആർട്ടീഷ്യൻ സ്പ്രിങ്സ് ആണ്. ഫിഗറിൽ നോക്കൂ, 2 എന്ന് പറയുന്നത് ഒരു ഇംപെർവിയസ് സ്ട്രാറ്റമാണ്, അതുപോലെ 4 എന്ന് പറയുന്നതും ഒരു ഇംപെർവിയസ് സ്ട്രാറ്റമാണ്. സോ 2 ഇംപെർവിയസ് സ്ട്രാറ്റത്തിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു പെർവിയസ് സ്ട്രാറ്റം വരിക. അപ്പോഴാണ് ആർട്ടീഷ്യൻ സ്പ്രിങ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. ആർട്ടീഷ്യൻ സ്പ്രിങ്ങിലെ പൊതുവെ ഈൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഇൻഫിൽട്രേഷൻ വെൽസ്.
Vertical shallow wells constructed in series along the banks of rivers. പുഴയുടെ തീരത്ത് സീരീസ് ആയിട്ട് ഒരുപാട് വെർട്ടിക്കലായിട്ടുള്ള ഷാളോ വെൽസ് കൺസ്ട്രക്ട് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ വെൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് വെൽസ് ഉണ്ട് ഇല്ലേ. സോ ഈ വെൽസിനെ കണക്ട് ചെയ്യുന്നത് ഒരു പോറസ് പൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. വെൽസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ മെസൻട്രി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് RCC റിങ്സ് താഴോട്ട് സിങ്ക് ചെയ്തിട്ട് അങ്ങനെയും കാസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വെൽസിൻ്റെ മുകളിൽ ടോപ്പായിട്ട് RCC സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലാബിൻ്റെ ടോപ്പിൽ മാൻ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാൻ ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻ ഹോൾസിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനും അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് റെക്ടിഫൈ ചെയ്യാനും കഴിയും. വെൽസുകളെ പരസ്പരം പോറസ് പൈപ്പ് വഴി കണക്ട് ചെയ്യുന്നു. അവസാനം ഇതിനെ ഒരു സമ്പ് വെല്ലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ സമ്പ് വെല്ലിനെ വിളിക്കുന്ന പേരാണ് ജാക്ക് വെല്ല്. ഫിഗറിൽ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇൻഫിൽട്രേഷൻ വെല്ല്. അതുപോലെ ഫിഗറിൽ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ജാക്ക് വെല്ല്. മുകളിൽ 5 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് പമ്പാണ്. 4 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് പമ്പ് ഷെഡ്. 8 കാണിച്ചിട്ടുള്ളത് റിവർ ബെഡ് അല്ലെങ്കിൽ ബാങ്ക് ആണ്. ഈ റിവർ ബെഡിലാണ് നമ്മൾ വെർട്ടിക്കലി ഷാളോ വെൽസ് ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ വെൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവസാനം നമ്മൾ ജാക്ക് വെല്ലിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് കടത്തിവിടുകയും ചെയ്യുന്നു. അതിനുശേഷം ആവശ്യത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഇൻഫിൽട്രേഷൻ ഗാലറീസ്. These are horizontal tunnel-like wells constructed in open cut 3 to 4 meter deep along river banks. ഇൻഫിൽട്രേഷൻ വെൽസിനെ പോലെ തന്നെ റിവർ ബാങ്ക്സിൽ ഹൊറിസോണ്ടൽ ടണൽ പോലെ കണക്ട് ചെയ്യുന്ന വെൽസിനെ പറയുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ ഗാലറീസ്. 3 to 4 മീറ്റർ ആണ് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഗാലറീസിനെ കവർ ചെയ്തുകൊണ്ട് മെസൻട്രി ആർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RCC സ്ലാബ്സ് ആണ് മെസൻട്രി ആർക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഫിൽട്രേഷൻ ഗാലറിയുടെ സൈഡ് വാൾസിൽ ഒരുപാട് വീപ്പ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണൽ ലൈക്ക് സ്ട്രക്ചറാണ്. സോ ആദ്യം നമ്മൾ അവിടെ ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഇൻഫിൽട്രേഷൻ ഗാലറി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ട്രെഞ്ചിനും ഇൻഫിൽട്രേഷൻ ഗാലറി അല്ലെങ്കിൽ നമ്മുടെ ഈ വെല്ലിൻ്റെയും ഇടയിലുള്ള സ്പേസ് ഗ്രേഡഡ് ഗ്രാവല് അതുപോലെ പെബിൾസ് കൊണ്ടൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇൻഫിൽട്രേഷൻ ഗാലറിയിൽ കളക്ട് ചെയ്യപ്പെടുന്ന വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പമ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻഫിൽട്രേഷൻ ഗാലറിയിലെ ഈൽഡ് എന്ന് പറയുന്നത് 1.5 × 10⁴ ലിറ്റർ പെർ ഡേ പെർ മീറ്റർ ലെങ്ത് ഓഫ് ദി ഗാലറി. ഓക്കെ, ഇൻഫിൽട്രേഷൻ ഗാലറിയിലെ ഈൽഡ് എന്ന് പറയുന്നത് 1.5 × 10⁴ ആണ്. അതിൻ്റെ യൂണിറ്റ് ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ഗാലറിയുടെ മീറ്റർ ലെങ്ത്തിലാണ് ഇത് പറയുന്നത്. 4th one is wells. A well is defined as the vertical hole made into the ground for the purpose of tapping water. വെള്ളം ടാപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ഹോളിനെ പറയുന്ന പേരാണ് വെല്ല്. വെൽസ് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ കേസിൽ. ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് റൂറൽ പോപ്പുലേഷൻ അല്ലേ വരുന്നത്. സോ റൂറൽ പോപ്പുലേഷൻ്റെ കേസിൽ വെൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ വി ക്യാൻ സ്റ്റഡി വെൽസ് ഇൻ ആൻ അനദർ വീഡിയോ ഇൻ ഡീറ്റെയിൽ. So today's section we are wind up in here. Okay, thank you.